basic. So mainly we have semiconductor devices such as diodes and transistors. Okay. So basically diodes എന്ന് പറയുന്നത് ഡയോഡ്സ് തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. PN ജംഗ്ഷൻ സെമികണ്ടക്ടർ ഡയോഡിനെയാണ് നമ്മൾ ഡയോഡ് എന്ന് സിംപ്ലി പറയുക. PN ജംഗ്ഷൻ സെമികണ്ടക്ടർ. അപ്പോൾ എവിടെയൊക്കെ ഒരു PN ജംഗ്ഷൻ ഉണ്ടോ അതിനൊക്കെ ഒരു ഡയോഡ് എന്നാണ് പറയുക. ഓക്കെ. സോ ഞാൻ അതിൻ്റെ ഏറ്റവും ഇന്നർ കോറിലേക്ക് പോകുന്നില്ല. എന്താണ് പി ടൈപ്പ് സെമി കണ്ടക്ടർ, എന്താണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്നൊക്കെ നമുക്കറിയാം. ഓക്കെ, നമുക്കറിയാം മെറ്റീരിയലിൻ്റെ ക്ലാസിഫിക്കേഷൻസ് അറിയാം. അക്കോർഡിംഗ് ടു ദർ കണ്ടക്ടിവിറ്റി we know that it's a conductor, insulator, semiconductor. Conductors have good conductivity, insulators have bad conductor, and semiconductors lies between conductivity lies between this conductor and insulator. Okay, and semiconductor in its pure form and impure form is there. Pure form is known as intrinsic semiconductor. You know that intrinsic semiconductor. Okay, intrinsic semiconductor എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യൂർ ഫോമിലുള്ള സെമികണ്ടക്ടർ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഡോപ്പ് ഒന്നും ചെയ്തിട്ടില്ല, അത് പ്യൂർ ഫോമിനകത്തുള്ളതാണ്. ജനറലി നമ്മൾ ഉപയോഗിക്കുന്ന സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് സിലിക്കൺ, ജർമേനിയ ഒക്കെയാണ്. ദെൻ വി ഹാവ് ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് മെറ്റീരിയൽ ലൈക്ക് സം അലോയ്സ്, ആർസെനിക്, ഗാലിയം ആർസെനിക്, ഗാലിയം ഫോസ്ഫൈഡ്, അങ്ങനത്തെ അലോയ്സ് നമ്മൾ സെമി കണ്ടക്ടേഴ്സ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇൻ ജനറൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്യൂർ ഫോമിൽ സിലിക്കൺ, ജർമേനിയ ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിനൊക്കെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആണുള്ളത്. നമുക്കറിയാം അതിന് വാലൻസ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ആണുള്ളത്. ആ 4 ഇലക്ട്രോൺസ് കോവാലൻ്റ് ബോണ്ട് വരെ ഷെയർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നമുക്കറിയാം ഇപ്പം സിലിക്കൺ ആണെങ്കിലും ജർമേനിയ ആണെങ്കിലും അതിന് 4 ഇലക്ട്രോൺസ് ആണ് അതിൻ്റെ വാലൻസ് ഷെല്ലിലുള്ളത്. സോ ഐ ജസ്റ്റ് +4 ആൻഡ് 4 ഇലക്ട്രോൺസ്. അപ്പോൾ അത് ന്യൂട്രൽ ഫോമിലായി ഒരു ആറ്റം. +4 ഇട്ടേക്കുന്ന വാലൻസ് ഇലക്ട്രോൺസ് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ന്യൂക്ലിയസ് ആൻഡ് ഇലക്ട്രോൺസിനാണ് ഞാൻ +4 ഇട്ടിരിക്കുന്നത്. ആൻഡ് 4 ഇലക്ട്രോൺസോടെ ആകുമ്പോൾ ഈ ആറ്റം ന്യൂട്രലായി. then we can have +4 നൈബറിംഗ് ആയിട്ടുള്ള 4 ആറ്റംസ്. ആറ്റംസ് ആണുള്ളത്. സോ ഇത് ഷെയർ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ വാലൻസ് ഷെല്ലിൽ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 8 ഇലക്ട്രോൺസ് ആണ്. സോ നെയ്ബറിംഗ് ആയിട്ടുള്ള 4 ആറ്റമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ, സോ ദിസ് ഈസ് ദ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഓഫ് എ പ്യുവർ സെമി കണ്ടക്ടർ. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഈവൻ എന്നെക്കാളും ഡീറ്റെയിൽ ആയിട്ട് അറിയായിരിക്കും, കാരണം നിങ്ങൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. ഓക്കെ, സോ ദീസ് ആർ ദ കോവാലന്റ് ബോണ്ട് ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പം ഇന്ന് പ്യുവർ ഫോമിൽ ഒരു സെമി കണ്ടക്ടർ ഇങ്ങനെയായിരിക്കും ഇരിക്കുക. സോ ഇറ്റ് ഹാസ് എ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ. സോ ദിസ് സ്ട്രക്ചർ ഈസ് നോൺ ആസ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ. So when an external energy is given to this structure, നമ്മൾ ടെമ്പറേച്ചറോ ഹീറ്റോ whatever the energy is given, in direct band ഗ്യാപ്പിലാണെങ്കിൽ ഈവൻ ഫോട്ടോൺ ഓഫ് ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് എനർജി നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ the covalent bond, the electrons will be start eject from this sharing. അപ്പം എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇലക്ട്രോൺസ് ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേറ്റ് ചെയ്യും. എന്താണ് ഹോൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ ഇസ് എ വേക്കൻസി വിൽ ക്രിയേറ്റ്. ഇപ്പോൾ ഈ ഇലക്ട്രോൺ ഈ ബോണ്ടിൽ നിന്ന് ഇജക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഇലക്ട്രോൺ ഈസ് കൺസിഡേർഡ് ആസ് എ ഫ്രീ ഇലക്ട്രോൺ ആൻഡ് 1 ഇലക്ട്രോൺ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു ഹോൾ ജനറേറ്റ് ചെയ്യും. സോ വി ക്യാൻ ഹാവ് ഇലക്ട്രോൺ ഹോൾ പെയർ വിൽ ജനറേറ്റ്. അപ്പോൾ ഒരു ഹീറ്റ് ഒരു എക്സ്റ്റേണൽ എനർജി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ we will get an electron hole pair generation.
hole is nothing but is a desire of electron or an absence of electron. We can say that, we can't say that it's an absence of electron, it's a desire of electron. Okay, അപ്പോൾ ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേറ്റ് ചെയ്യും. ഈ ഇലക്ട്രോൺ ഫ്രീ ഇലക്ട്രോൺ ആയിട്ടാണ് നിൽക്കുക. ഓക്കെ, നമ്മൾ ബാൻഡ് ഡയഗ്രം ഒക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇങ്ങനെ ഇരിക്കും. ദിസ് ഈസ് കണ്ടക്ഷൻ ബാൻഡ്. കണ്ടക്ഷൻ ബാൻഡിലെ ഇലക്ട്രോൺസ് ആണ് ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ദീസ് ആർ ഫ്രീ ഇലക്ട്രോൺസ്. ദിസ് ഈസ് വാലൻസ് ബാൻഡ്. ഓക്കെ, വാലൻസ് ബാൻഡിലാണ് ഈ ഇലക്ട്രോൺസ് ആണ് വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത്. ഈ 4 ഇലക്ട്രോൺസിനെയാണ് വാലൻസ് ബാൻഡ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അത് ഷെയർഡ് ചെയ്തിരിക്കുകയാണ്, എല്ലാ ഇതുമായിട്ട് ഷെയർ ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഹീറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു എനർജി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വാലൻസ് ബാൻഡിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പുൾ ഔട്ട് ചെയ്ത് ഫ്രീ ഇലക്ട്രോൺ ആവും. ആൻഡ് ദർ ഈസ് എ ഹോൾ വിൽ ജനറേറ്റ്. ദിസ് ഈസ് ആൻ ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേഷൻ. സോ വെനെവർ ദർ ഈസ് എൻ ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേഷൻ, ഞാൻ പറഞ്ഞു കണ്ടക്ഷൻ ബാൻഡിലെ ഇലക്ട്രോൺ ഫ്രീ ഇലക്ട്രോൺസ് ആണ്. ഫ്രീ ഇലക്ട്രോൺസ് മാത്രമാണ്, അതിന് മാത്രമാണ് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. മൂവ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസിനെയാണ് ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇതിനകത്തൊക്കെ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ഇറ്റ് കനോട്ട് മൂവ്. ദീസ് വാലൻസ് ബാൻഡ് ഇലക്ട്രോൺസ് കനോട്ട് മൂവ് ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി ബോണ്ടഡ്. ഓക്കെ, അപ്പോൾ ഈ ഫ്രീ ഇലക്ട്രോൺസ്, ഒരു ഫ്രീ ഇലക്ട്രോൺസ്, അപ്പോൾ നമ്മൾ എത്രമാത്രം ഹീറ്റ് കൊടുക്കുന്നോ അത്രമാത്രം ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ കണ്ടക്ടിവിറ്റി കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, നമുക്കറിയാം. അത് കാരണം ഈ സെമി കണ്ടക്ടറിന് ഒരു പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻസ് ഓഫ് റെസിസ്റ്റർ ആണ് ബാക്കി മെറ്റൽസിനൊക്കെ എല്ലാത്തിനും തന്നെ. ബട്ട് ഇൻ എ സെമി കണ്ടക്ടർ ഹാവിങ് എ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻസ് ഓഫ് റെസിസ്റ്റൻസ്. അതായത് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ റെസിസ്റ്റിവിറ്റി കുറയും ആ മെറ്റീരിയലിന്. റെസിസ്റ്റിവിറ്റി കുറയാൻ കാരണം എന്താണ്? കണ്ടക്ടിവിറ്റി കൂടുന്ന കാരണമാണ്. കാരണം കൂടുതൽ ടെമ്പറേച്ചർ ആയി കൂടുതൽ ഇലക്ട്രോൺ ഹോൾ പെയർ വിൽ ജനറേറ്റ്. സോ ഇറ്റ്സ് റെസിസ്റ്റിവിറ്റി വിൽ reduce. But in the case of metals or in conductors, we can say that it is having a positive temperature coefficients of resistance. നമുക്കറിയാതെ എന്തുകൊണ്ടാണെന്ന്. അതിൻ്റെ വൈബ്രേഷൻ എനർജി കൂടുന്ന കാരണം നമുക്ക് അതിൻ്റെ റെസിസ്റ്റൻസ് കൂടും. ഓക്കെ, ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ബട്ട് ഇൻ semiconductor we have positive temperature coefficients of negative temperature coefficients of resistance because temperature energy external കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേറ്റ് ചെയ്യും. ഓക്കെ, ദിസ് ഈസ് എ ജനറൽ കൺസെപ്റ്റ്. ദിസ് ഈസ് ഇൻ ദ കേസ് ഓഫ് പ്യുവർ സെമി കണ്ടക്ടർ. ഇനി നമ്മൾ ചെയ്യുന്നത് പി ടൈപ്പും എൻ ടൈപ്പും സെമി കണ്ടക്ടർ ആണ്. ഇനി പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബോറോൺ ടൈപ്പ് മെറ്റീരിയൽ വെച്ചിട്ട് ഡോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി വെച്ച് ഡോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്നാണ് നോക്കുന്നത്. സോ ഒരു ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി വെച്ച് ഡോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ we have an absence of electron. ഓക്കെ, ഒരു പെയർ ചെയ്യാനായിട്ട് ആബ്സെൻസ് ഓഫ് ഇലക്ട്രോൺസ് നടക്കും. ജസ്റ്റ് ഞാൻ അതോടെ പറയാം. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. അപ്പോൾ ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിനെ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ആക്കാനായിട്ട് നമ്മൾ കുറേ എക്സ്ട്രാ മെറ്റീരിയൽ ആഡ് ചെയ്യും. ഓക്കെ, സോ ഇഫ് വി ഹാവ് ആൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ, we are ഡോപ്പിംഗ് എന്ന് പറഞ്ഞ പ്രോസസ് വെച്ചിട്ട് എക്സ്ട്രാ മെറ്റീരിയൽ ആഡ് ചെയ്യും. We have extrinsic semiconductor. Okay, this extra material may be trivalent impurity or pentavalent impurity. Maybe trivalent impurity. Trivalent എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഇലക്ട്രോൺസ് വാലൻസ് ഷെല്ലിലുള്ള ഇമ്പ്യൂരിറ്റീസിനാണ് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത്. 5 ഇലക്ട്രോൺസിനുള്ളതാണ് പെൻറ്റാവാലന്റ് ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത്. Trivalent impurity ആണെങ്കിൽ we will get a p-type material. P-type material, and in pentavalent we will get an n-type material. N-type material. Okay, these are the fundamental things.
അപ്പോൾ നമ്മളൊരു ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പി ടൈപ്പ് മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞു. അപ്പം നമുക്കൊരു ഹോളാണ്, ഡിസയർ ഓഫ് ഇലക്ട്രോൺ ആണ് ഉണ്ടാകുന്നത്. കാരണം എന്താണ്, നമ്മളൊരു +3 ബാക്കി ഇതെന്ന് പറയുന്നത് നമ്മൾ ഡോപ്ഡ് ആറ്റാണ്, അതായത് ഇമ്പ്യൂരിറ്റി ആറ്റാണ്. സോ ലൈക്ക് ദാറ്റ് trivalent impurity, it will bonded with here, it will bonded here, and it will bonded here. So there is an absence of electron. ഇവിടെ ഒരു absence of electron ഉണ്ട്, or desire of electron ഉണ്ട്. To complete this covalent bond, ഈ covalent bond complete ചെയ്യണമെങ്കിൽ desire of electron ഉണ്ട്. So whenever an electric potential is applied, what will happen when we supply electron? That electron will jump into here from here. So ഇതിങ്ങനെ ജമ്പ് ചെയ്ത് ഇവിടെ ഇരിക്കും. അപ്പോൾ ഇവിടെ ഒരു വേക്കൻസി ഓഫ് ഇലക്ട്രോൺ വരും. നമ്മൾ എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇത് ജമ്പ് ചെയ്ത് ഹോള് ജമ്പ് ചെയ്ത് പോകും. അപ്പം വാലൻസ് ഇലക്ട്രോണിലൂടെയുള്ള ഒരു ഫ്ലോ ആണ് ഉണ്ടാകുന്നത്. വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസിന്റെ ഒരു ഫ്ലോ ആണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹോളിന്റെ മൂവ്മെന്റ്, ആക്ച്വലി ഹോളിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് തന്നെയാണ്. ഇലക്ട്രോൺസ് ജമ്പ് ചെയ്ത് പോകുന്നതാണ്. ബട്ട് വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹോൾ മൊബിലിറ്റി കമ്പയർഡ് ടു ഫ്രീ ഇലക്ട്രോൺ മൊബിലിറ്റി കുറവാണെന്ന് പറയാം. ഹോൾ മൊബിലിറ്റി ഈസ് ലെസർ ദാൻ ഫ്രീ ഇലക്ട്രോൺ മൊബിലിറ്റി. ആക്ച്വലി ഹോൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്. ഇറ്റ്സ് വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റിനെയാണ് നമ്മൾ ഹോളിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് സോ ഹോൾ മൊബിലിറ്റി ഈസ് ലെസർ ദാൻ ഇലക്ട്രോൺ മൊബിലിറ്റി എന്ന് പറയാം. അതുപോലെ തന്നെ ഇതിപ്പോൾ വി ടൈപ്പ് മെറ്റീരിയൽ ആണ് നമ്മൾ ആഡ് ചെയ്ത്, ലൈക്ക് ബോറോൺ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി, ലൈക്ക് ബോറോൺ ടൈപ്പ് മെറ്റീരിയൽ. വാലൻസ് ഇലക്ട്രോണിൽ 3 ഇലക്ട്രോൺസ് ഉള്ള, വാലൻസ് ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് ഉള്ള മെറ്റീരിയൽ. അതുപോലെ തന്നെ വാലൻസ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ഉള്ള മെറ്റീരിയലായ എന്ത് സംഭവിക്കും? വി ഹാവ് +5, വി ഹാവ് ആൻ എക്സ്ട്രാ ഇലക്ട്രോൺ, ബോണ്ട് ചെയ്യാത്ത ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ ഉണ്ട്. ആ ഇലക്ട്രോൺസിനെയാണ് ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയും. ഓക്കെ, ദിസ് ഫ്രീ ഇലക്ട്രോൺ. ദീസ് ഇലക്ട്രോൺസ് വിൽ സി എവിടെ കാണാൻ പറ്റും? നമ്മൾ കണ്ടക്ഷൻ ബാൻഡിൽ. അപ്പോൾ ഓരോ ഡോപ്പിനും കണ്ടക്ഷൻ ബാൻഡിൽ ഓരോ ഇലക്ട്രോൺസ് വന്നുകൊണ്ടിരിക്കും, എക്സ്ട്രാ ഇലക്ട്രോൺസ് വന്നുകൊണ്ടിരിക്കും ഇൻ പി ടൈപ്പ് മെറ്റീരിയൽ ആണ്. ഓക്കെ, സോ എൻ ടൈപ്പ് മെറ്റീരിയലിൽ മൊബിലിറ്റി, അതിൻ്റെ മെജോറിറ്റി ക്യാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. സോ ഇൻ എൻ ടൈപ്പ് മെറ്റീരിയൽ, ഇൻ പി ടൈപ്പ് മെറ്റീരിയൽ majority carriers, here the majority carriers are holes. മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ മെജോറിറ്റി കാരിയേഴ്സ്, പി ടൈപ്പ് എന്ന് പറയുന്നത് നമ്മളറിയാം ഒരു ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി വെച്ച് ആഡ് ചെയ്താണ്. അപ്പോൾ ഈച്ച് ഡോപ്പിങ്ങിൽ നമുക്കൊരു ഹോള്, ഒരു ഡിസയർ ഓഫ് ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ മെജോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണെന്ന് പറയുന്നത്. അതിൻ്റെ മൈനോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ്. മൈനോറിറ്റി കാരിയേഴ്സ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? തെർമലി ജനറേറ്റർ ആണ്. ഈവൻ നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ സം ഓഫ് ദ കോവാലന്റ് ബോണ്ട് വിൽ ബ്രേക്ക്. വൺസ് ദിസ് ബോണ്ട് വിൽ ബ്രേക്ക്, ദർ വിൽ ബി ആൻ ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേഷൻ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുന്ന ഇലക്ട്രോൺ ആണ് ഇതിൻ്റെ മൈനോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പി ടൈപ്പ് മെറ്റീരിയലിൽ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്ന ഹോളാണ്, മൈനോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആണ്. സോ ദിസ് മൈനോറിറ്റി കാരിയേഴ്സ് electrons. Okay, like that in a n type material majority carriers എന്ന് പറയുന്നത് n ടൈപ്പിലെ majority carriers are electrons and minority carriers are holes.
സോ ദിസ് ഈസ് ദ ബേസിക് കൺസെപ്റ്റ്. അപ്പോൾ അങ്ങനെയാണ് ഒരു ബേസിക് കൺസെപ്റ്റ് ഉള്ളത്. അപ്പോൾ നമ്മളൊരു പി ടൈപ്പ് മെറ്റീരിയൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത പി ടൈപ്പ് മെറ്റീരിയലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു നെഗറ്റീവ് മൊബൈൽ അയൺ വിത്ത് ഹോൾ, നെഗറ്റീവ് മൊബൈൽ അയൺ വിത്ത് ഹോൾ, നെഗറ്റീവ് മൊബൈൽ അയൺ വിത്ത് ഹോൾ ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഈ നെഗറ്റീവ് ഇമ്മൊബൈൽ അയൺ എന്ന് പറയുന്നത് ഓൾ ദി ഇലക്ട്രോൺസ് ആൻഡ് ന്യൂക്ലിയസ് എക്സെപ്റ്റ് വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോൺസിനെ അല്ലെങ്കിൽ ഇതിനെയാണ് നമ്മൾ ഈ ഇമ്മൊബൈൽ അയൺസ്, അതായത് ആറ്റത്തിന് തന്നെയാണ് നമ്മൾ ഇമ്മൊബൈൽ അയൺസ് എന്ന് പറയുന്നത്. കാരണം അയണാവാനായിട്ട് കാരണം അത് ദർ ഈസ് എ ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസിന്റെ ഡെഫിഷ്യൻസി ഉള്ളതുകൊണ്ടാണ് അത് നെഗറ്റീവ് ഇമ്മൊബൈൽ അയൺ എന്ന് പറയുന്നത്. കാരണം പി ടൈപ്പ് മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ഡോപ്പ് ചെയ്തത്. അതുപോലെ തന്നെ ദിസ് പി ടൈപ്പ് ആൻഡ് ഇതിൻ്റെ എൻ ടൈപ്പിൽ നമുക്കൊരു പോസിറ്റീവ് ഇമ്മൊബൈൽ അയൺ വിത്ത് ആൻ ഇലക്ട്രോൺ. ഞാൻ ഈ വരച്ചിരിക്കുന്നത് ഡോപ്പിംഗ് ആറ്റം മാത്രമാണ് വരച്ചിരിക്കുന്നത്. So this is hole and this indicate electron and this is indicate positive immobile ion and this indicate negative immobile ion. Okay, so it's like that. So p type material and this is an n type material. So പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്നത് ഈ പി ടൈപ്പ് സെമി കണ്ടക്ടറും എൻ ടൈപ്പ് സെമി കണ്ടക്ടറും ജോയിൻ ടുഗദർ ചെയ്ത ഒരു ഫോമിലാണ്. ഓക്കെ, ദിസ് പി എൻ ജംഗ്ഷൻ, ഇതിനെയാണ് ഒരു പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടർ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിയർ ബൈ ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് റീകമ്പൈൻ. വെനെവർ ദർ ഈസ് എ ഡിസയർ ഓഫ് ഇലക്ട്രോൺ ഇത് റീകമ്പൈൻ ചെയ്യും, ഇത് ഇതുമായിട്ട് റീകമ്പൈൻ ചെയ്യും. ഓക്കെ, സോ നിയർ ബൈ ഇലക്ട്രോൺസ് റീകോമ്പിനേഷൻ നടക്കും. ഓക്കെ, ഈ റീകോമ്പിനേഷൻ മൂലം ഈ ഇവിടുത്തെ ഹോൾസ് ആബ്സെൻ്റ് ആയിപ്പോയി. കാരണം അവിടെ ആ ഇലക്ട്രോൺ വന്ന് അവിടെ ഫില്ലായി, ഇവിടുത്തെ ഇലക്ട്രോൺ വന്ന് ഇവിടുത്തെ ഹോളിൽ ഫില്ലായി, ഇവിടുത്തെ ഇലക്ട്രോൺ വന്ന് ഇവിടുത്തെ ഹോളിൽ ഫില്ലായി. ദെൻ വി ഓൺലി ഹാവിങ് ദ ഇമ്മൊബൈൽ അയൺസ് നിയർ ദ ജംഗ്ഷൻ. അപ്പം നിയർ ദ ജംഗ്ഷനിൽ നമുക്ക് ഇനി ഇമ്മൊബൈൽ അയൺസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ ഇമ്മൊബൈൽ അയൺസ് കാരണം ഇത് ഇലക്ട്രോൺ ഹോൾ റീകമ്പൈൻ ആയത് കാരണം നിയർ ദ ജംഗ്ഷനിലെല്ലാം റീകമ്പൈൻ ആയി. സോ വൺസ് ഇറ്റ് ഈസ് റീകമ്പൈൻ ദർ വിൽ ബി നോ ഇലക്ട്രോൺ ഹോൾ നിയർ ദ ജംഗ്ഷൻ. അപ്പോൾ ഈ ജംഗ്ഷൻ്റെ അടുത്ത് ഇലക്ട്രോൺ ഹോൾസ് ഒന്നുമില്ല, അതായത് ഫ്രീ കാരിയേഴ്സ് ഒന്നുമില്ല. ഓൺലി വി ആർ ഹാവിങ് ദിസ് ഇമ്മൊബൈൽ അയൺ. ഡ്യൂ ടു ദിസ് ഇമ്മൊബൈൽ അയൺ വി ആർ ഹാവിങ് a electric field. This is an electric field because there is a positive and negative immobile ion ആയിട്ട് നിൽക്കുകയാണെങ്കിൽ there will be a electric field. So due to this electric field with a strength E, consider there is an electric field with a strength E. അങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ there is a junction create ചെയ്യും. ആ ജംഗ്ഷൻ്റെ ഉള്ളിൽ ഈ ജംഗ്ഷൻ ഇലക്ട്രിക്, അതായത് ഇമ്മൊബൈൽ അയൺസ് മാത്രം ഫ്രീ കാരിയേഴ്സ് ഒന്നും ഇല്ലാത്ത ജംഗ്ഷനെയാണ് നമ്മൾ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത്. ഈ റീജിയനെയാണ് നമ്മൾ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത്. ഈ ഡിപ്ലീഷൻ എന്ന് പറഞ്ഞാൽ ചാർജസ് ആർ ഡിപ്ലീറ്റഡ് ഓഫ്, അതുകൊണ്ടാണ് ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ വി ക്യാൻ ഹാവ് എ ഡിപ്ലീഷൻ റീജിയൻ. അതിൻ്റെ ഡിപ്ലീഷൻ റീജിയൻ ഡിപ്ലീഷൻ വിഡ്ത്തും കാണും, അതിനൊരു ഫീൽഡ് സ്ട്രെങ്ത്തും കാണും. ദിസ് ഫീൽഡ് സ്ട്രെങ്ത് ഈസ് നോൺ ആസ് ബാരിയർ പൊട്ടൻഷ്യൽ. അതിന് ബാരിയർ എന്ന് വിളിക്കാൻ കാരണം ഈ പൊട്ടൻഷ്യൽ മൂലം ഫർദർ റീകോമ്പിനേഷൻ ഇത് റീസ്ട്രെയിൻ ചെയ്യും. ഇറ്റ്സ് ആക്ട് ആസ് എ റീസ്ട്രെയിനിങ് ഫോഴ്സ് ഫോർ ദ ഫർദർ റീകോമ്പിനേഷൻ ബിക്കോസ് ദർ ഈസ് ആൻ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത്. ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് സിലിക്കൺ മെറ്റീരിയൽ ആണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 0.7 വോൾട്ടേജ് ആയിരിക്കും. ഇൻ ജെർമേനിയം മെറ്റീരിയൽ ആണെങ്കിൽ ഇറ്റ്സ് അപ്രോക്സിമേറ്റ്ലി 0.3 വോൾട്ടേജ് ആയിരിക്കും ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്, ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ബാരിയർ പൊട്ടൻഷ്യലിനെ നമ്മൾ സാധാരണ ഡിഫറെൻറ്റ് നെയിമിൽ അറിയാറുണ്ട്. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് കട്ട് ഇൻ വോൾട്ടേജ്,
അങ്ങനെ ഡിഫറെൻറ്റ് നെയിമിൽ അറിയാറുണ്ട്. കട്ട് ഇൻ വോൾട്ടേജ്, ബാരിയർ പൊട്ടൻഷ്യൽ, ഡിപ്ലീഷൻ റീജിയനുള്ള പൊട്ടൻഷ്യൽ ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തിനെയാണ്. ഓക്കെ, ഇനി ഫർദർ റീകോമ്പിനേഷൻ നടക്കണമെങ്കിൽ ഇവിടെ നിന്ന് ഒരു ഫോഴ്സ് കൊടുത്താൽ മാത്രമാണ് ഫർദർ ഇലക്ട്രോൺസ് ഹോൾസിന് റീകമ്പൈൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ആൻഡ് ഓൾസോ ദർ വിൽ ബി, ഞാൻ ഓൾറെഡി പറഞ്ഞു, ദർ വിൽ ബി മൈനോറിറ്റി കാരിയേഴ്സ്. ഇലക്ട്രോൺസ് പി ടൈപ്പിൽ ഇലക്ട്രോൺസ് മൈനോറിറ്റി കാരിയേഴ്സ് ഉണ്ട്, എൻ ടൈപ്പിൽ ഹോൾസും മൈനോറിറ്റി കാരിയേഴ്സ് ഉണ്ട്. ഇത് മൈനോറിറ്റി കാരിയേഴ്സ് ഇതിൻ്റെ ഉള്ളിലുണ്ടാവും, ബട്ട് മെജോറിറ്റി കാരിയേഴ്സ് ആർ cannot move through the junction because of this barrier potential. അപ്പോൾ ഈ ബാരിയർ പൊട്ടൻഷ്യൽ മൂലം അതിന് പോകാനായിട്ട് സാധിക്കില്ല. ഇനി ഒരു എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ്, എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഇലക്ട്രോൺസിനും ഹോൾസിനും മൂവ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ഓക്കെ, ആൻഡ് ദിസ് ഈസ്, ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് തിയറി എന്ന് പറയുന്നത്. ഇതിൻ്റെ സർക്യൂട്ട് സിമ്പിൾ എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾക്ക് കാര്യം മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ നോക്കിയതാണ് ഇതിനു മുമ്പ്. പി ടൈപ്പ്, എൻ ടൈപ്പ്. സോ ദിസ് ഈസ് ആനോഡ് ആൻഡ് ദിസ് ഈസ് കാഥോഡ്. ഓക്കെ, ആൻഡ് വി ക്യാൻ ബയാസ് ഇൻ ടു വേസ്. One is forward bias, another is reverse bias. Okay, can bias these diodes in two way. Forward bias നമ്മൾ നേരത്തെ പഠിച്ചതാണ്. നമ്മൾ ഡിജിറ്റൽ സർക്യൂട്ടിലൊക്കെ ഫോർവേഡ് ബയാസ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. റിവേഴ്സ് ബയാസ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ആക്ട് ആസ് ആൻ ഓപ്പൺ സ്വിച്ച്. ഓപ്പൺ സ്വിച്ച് ആണെങ്കിൽ കറണ്ട് പോവില്ല എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അതിൻ്റെ കൂടുതൽ കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് നോക്കാൻ പോകുന്നത്. സോ ഇൻ എ പ്രാക്ടിക്കൽ ഡയോഡ്, പ്രാക്ടിക്കൽ ഡയോഡിനകത്ത് ദർ വിൽ ബി ഇൻ ഫോർവേഡ് ബയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആനോഡിൽ ഒരു ഫോർവേഡ് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്നു, കാഥോഡിൽ നെഗറ്റീവ് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്നു. ആ ബയാസിനാണ് നമ്മൾ ഫോർവേഡ് ബയാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോർവേഡ് ബയാസിൽ എന്താണ് സംഭവിക്കുക? ഞാനിപ്പോൾ പി ടൈപ്പ് മെറ്റീരിയലിൽ ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൊടുക്കുന്നു, എൻ ടൈപ്പിൽ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുക്കുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഹോൾസിന് പോസിറ്റീവ് ചാർജ് ആണുള്ളത്, ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജ് ആണുള്ളത്. ഡ്യൂ ടു ദിസ് നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഇലക്ട്രോൺസ് വിൽ റിപ്പൽ. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഇലക്ട്രോൺസ് ഇതിൽ നിന്ന് റിപ്പൽ ചെയ്ത് നിയർ ദ ജംഗ്ഷനിലേക്ക് പോകും. ഹോൾസ് പോസിറ്റീവ് ചാർജ് ആയ കാരണം ഇതിന് റിപ്പൽ ചെയ്ത് നിയർ ദ ജംഗ്ഷൻ. അപ്പോൾ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കുറയും. അപ്പോൾ ഞാനിങ്ങനെ വോൾട്ടേജ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, വോൾട്ടേജ് കൂടുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ 0.1 വോൾട്ടേജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡിപ്ലീഷൻ റീജിയൻ്റെ സ്ട്രെങ്ത് ഇനീഷ്യലി 0.7 വോൾട്ടേജ് ആയിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അത് 0.6 വോൾട്ടേജ് ആവും. കാരണം എന്താ? ഈ വിഡ്ത്ത് കുറയും തോറും ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞുകൊണ്ടിരിക്കും. 0.6 ആക്കി കഴിയുമ്പോൾ ഇവിടെ 0.1 വോൾട്ടേജ് ആയി ഇവിടെ ഫീൽഡ് സ്ട്രെങ്ത് ഉണ്ടാവുള്ളൂ. whenever there is a 0.7 voltage, 0.7 voltage ആയി കഴിയുമ്പോൾ ഈ ടോട്ടലി ഈ ഡിപ്ലീഷൻ റീജിയൻ കട്ട് ഓഫ് ആവും. ഇനി 0.8 വോൾട്ടേജ് കൊടുത്ത് ഒരു ഷാർപ്പ് ഇൻക്രീസ് ഉണ്ടാവും, കറണ്ടിന് ഷാർപ്പ് ഇൻക്രീസ് ഉണ്ടാവും. കാരണം എന്താ? ഡിപ്ലീഷൻ റീജിയൻ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ആവും. ദെൻ ഡ്യൂ ടു ദിസ് ഡിപ്ലീഷൻ റീജിയൻ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഹോൾസിന് ഈ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്തേക്കുന്ന കാരണം ഇങ്ങോട്ടേക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ ഈ പോസിറ്റീവ് പൊട്ടൻഷ്യൽ കാരണം ഇലക്ട്രോൺസിന് പോകാൻ പറ്റും. സോ ഹോൾസ് വിൽ മൂവ്സ് ഇൻ ദിസ് ഡയറക്ഷൻ, ഇലക്ട്രോൺസ് വിൽ മൂവ്സ് ഇൻ ദിസ് ഡയറക്ഷൻ. സോ ദ കറണ്ട് ഫ്ലോ വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ. ഓക്കെ, ഇലക്ട്രോൺസ് മൂവ്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ കറണ്ട് ഫ്ലോ ഇൻ എ പി എൻ ജംഗ്ഷൻ ഡ്യൂ ടു ദീസ് ഹോൾസ് മൂവ്മെൻറ്റ്സ് ആൻഡ് കോമ്പിനേഷൻ ഓഫ് ഹോൾസ് മൂവ്മെൻറ്റ്സ് ആൻഡ് ഇലക്ട്രോൺസ് മൂവ്മെൻറ്റിനെ ഹോൾസിന് മൂവ്മെൻറ്റിനെ ആകത്തുകയാണ് അതിലൂടെ ഡയോഡിലൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർവേഡ് ബയാസിൽ ആഫ്റ്റർ കട്ട് ഇൻ വോൾട്ടേജ് there will be a sharp current flow. Okay, so ഞാൻ ഇന്ന് ഫോർവേഡ് ബയാസ് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലസ് വി വോൾട്ടേജ് എന്ന് പറയുന്ന ഫോർവേഡ് ബയാസ് വോൾട്ടേജ് ആണ് ആൻഡ് കറണ്ട്. അപ്പോൾ കട്ട് ഇൻ വോൾട്ടേജ് വരെ കറണ്ട് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. കൺസിഡർ ദിസ് ഈസ് ദ കട്ട് ഇൻ വോൾട്ടേജ്. കുറേ ഞാനിപ്പോൾ ഈ കൺസെപ്റ്റ് ചെയ്യുന്നത് 0.7 വോൾട്ടേജ് എന്ന് പറയുന്നത് സിലിക്കൺ ഡയോഡ് വെച്ചിട്ട്, സിലിക്കൺ മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഡയോഡായിട്ടാണ്. So after this cut in voltage, current will be sharply increased, exponentially increased. Okay, so it will be the graph for this diode in forward bias. ഇനി എന്താണ് റിവേഴ്സ് ബയാസ് ആവുമ്പോൾ സംഭവിക്കുക? റിവേഴ്സ് ബയാസ് ആവുമ്പോൾ this is the diode and the reverse bias നമ്മൾ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആനോഡിലും കാഥോഡിലും പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൊടുക്കും. ഓക്കെ, സോ ഐ ആം അപ്ലൈയിങ് റിവേഴ്സ് ബയാസ് മൈനസ് വി വോൾട്ടേജ്. സോ ദ കറണ്ട് മൈനസ് ഐ.
സോ ഇവിടെ കാണുമ്പോൾ അറിയാം പോസിറ്റീവ് പൊട്ടൻഷ്യൽ പകരം നെഗറ്റീവ് പൊട്ടൻഷ്യലാണ് കൊടുക്കുന്നത്. ഇവിടെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ. സോ ഹിയർ is negative, here it is positive potential. What will happen? Due to this negative potential, these holes will move in this direction. Due to this positive potential, electrons will move in this direction. അപ്പോൾ ഈ ഇലക്ട്രോൺസ് ഒക്കെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് ഇലക്ട്രോൺസ് എല്ലാം ഈ വാളിന് നിയർ ആയിട്ട് വരും. ഈ ഹോൾസ് എല്ലാം ഈ വാളിന് പി ടൈപ്പിന്റെ ഈ ടെർമിനലിന് നിയർ ആയിട്ട് വരും. അപ്പോൾ എന്താണ് ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. So this voltage inside the voltage will be higher and there will be no electron hole flow. Majority carriers ഒന്നും flow ചെയ്യില്ല. But there is a minority carriers is there. Also electrons minority carriers. That minority carriers will move through the junction. അത് minority carriers move ചെയ്യാൻ പറ്റും. But majority carriers will not move. അപ്പോൾ ഈ minority carriersന്റെ മൂവ്മെന്റ് മൂലം ഒരു സാച്ചുറേഷൻ കറണ്ട് ഉണ്ടാവും. ഒരു സ്മോൾ കറണ്ട് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയുന്നത്. അത് വോൾട്ടേജ് കൂടുന്നതോടും അത് കൂടുമൊന്നുമില്ല. Like this. This is the reverse saturation current. And that current is known as I0. I0 ആണ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നോർമൽ ഡയോഡിൽ ഇത്രയാണ് ഉണ്ടാവുന്നത്. സോ ദിസ് I0 current is known as റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. അതൊരു സാച്ചുറേഷൻ കറണ്ട് ആണ്. അത് വോൾട്ടേജ് കൂട്ടുന്ന കാരണം റിവേഴ്സ് വോൾട്ടേജ് കൂട്ടുന്ന കാരണം കൂടില്ല. റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് I0. അത് ഓരോ മെറ്റീരിയലിന്റെ പ്രത്യേകതയാണ്. ആ കറണ്ട് കൂടണമെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിയാൽ മതി. റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. കാരണം എന്താണ്? മൈനോറിറ്റി കാരിയേഴ്സിന്റെ മൂവ്മെന്റ് മൂലമാണ് ആ കറണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ മൈനോറിറ്റി കാരിയേഴ്സിന്റെ എണ്ണം കൂട്ടാനായിട്ട് നമ്മൾ എക്സ്റ്റേണൽ എനർജി ആയിട്ടുള്ള ടെമ്പറേച്ചറും എന്തെങ്കിലും കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ നമ്പർ ഓഫ് മൈനോറിറ്റി കാരിയേഴ്സ് ഉണ്ടാവും. കൂടുതൽ നമ്പർ ഓഫ് മൈനോറിറ്റി കാരിയേഴ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് കൂടും. അല്ലാതെ എക്സ്റ്റേണൽ അപ്ലൈഡ് വോൾട്ടേജ് ഇവിടെ ഗ്രാഫ് നോക്കുമ്പോൾ കാണാം. എക്സ്റ്റേണൽ അപ്ലൈഡ് വോൾട്ടേജ് എത്ര കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാലും ആ കറണ്ടിന് വ്യത്യാസമൊന്നും വരുന്നില്ല. I0 വിൽ ബി റിമെയിൻസ് കോൺസ്റ്റന്റ്. അതുകൊണ്ടാണ് അതിനെ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് നമ്മൾ വോൾട്ടേജ് ഡിപ്പെൻഡൻ്റ് അല്ല. ഇറ്റ്സ് ഓൺലി ഡിപ്പെൻഡിങ് അപ്പോൺ ദി ടെമ്പറേച്ചർ കൂട്ടി കഴിഞ്ഞാൽ മാത്രമാണ് കൂടുകയുള്ളൂ. ഓക്കെ, സോ ഇത്രയാണ് അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ട് പറയാനുള്ളത്. സോ ഈ ഡയോഡിലൂടെ പോകുന്ന കറണ്ടിന് ഒരു ഇക്വേഷൻ ഉണ്ട്. സോ ആ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം എക്സ്പൊണൻഷ്യലി ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പോൾ നമ്മളത് കമ്പൈൻ ചെയ്ത് ഒരു ഡയോഡിൻ്റെ VI ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെയായിരിക്കും വരിക. It will be like this and there is a reverse saturation current. ഇങ്ങനെയായിരിക്കും ഒരു ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഐഡിയൽ അല്ല, പ്രാക്ടിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. പ്രാക്ടിക്കൽ ഡയോഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവുക. -V -I and this will be the reverse saturation current. And the diode equation, current through the diode ID is equal to I0 is an exponential equation. E0 V by eta Vt minus 1. This is the equation where V എന്ന് പറയുന്നത് വോൾട്ടേജ് അക്രോസ് ദ ഡയോഡ് ആണ്. ID is the current through diode. And V is the voltage across the diode. നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ആണ്. ഈറ്റ is an ideality factor. Generally for silicon material, silicon diode ആണെങ്കിൽ it can be taken as 2. For germanium it can be taken as 1. A constant value, material dependent value. Silicon diode ആണെങ്കിൽ you can assume that this is 2 and germanium ആണെങ്കിൽ 1 ആയിട്ട് assume ചെയ്യാം. Okay, and also there is thermal voltage is also incorporated because if we vary the temperature, it will the current through the diode will also vary.
So this is the thermal voltage, and the thermally generated voltage എന്ന് പറയുന്നത് KT by Q ആണ്, where K is the Boltzmann constant, T is the temperature in Kelvin, and Q is the charge of 1 electron. That we will know, and it is approximately, this K by Q value can be approximated as 1 by 11,586. So we can be say 11,586. Assume that. ഇത് ഞാൻ ഈ വാല്യൂസ് പറയാൻ കാരണം ചില പ്രോബ്ലത്തിനകത്ത് ഈ വാല്യൂസ് തരില്ല. ഈ വാല്യൂ അറിയാമെങ്കിൽ മാത്രമാണ് നമുക്ക് പ്രോബ്ലത്തിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. സോ ടി ഈസ് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ. ഓക്കെ, അപ്പോൾ അറ്റ് റൂം ടെമ്പറേച്ചർ ആണെന്ന് പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് 300 ആയിട്ട് എടുക്കാം, 300 കെൽവിൻ ആയിട്ട് എടുക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. സോ തെർമൽ വോൾട്ടേജ് എന്ന് പറയുന്നത്, സോ ദ തെർമൽ വോൾട്ടേജ് ഈസ് അപ്രോക്സിമേറ്റ്ലി 25.8 മില്ലി വോൾട്ട് ആണ്. പ്രോബ്ലത്തിലൊക്കെ നമ്മൾ സാധാരണ എടുക്കുന്നത് 26 മില്ലി വോൾട്ട് ആയിട്ട് എടുക്കാം, 26 മില്ലി വോൾട്ട്. അപ്പോൾ ഇന്ന് റൂം ടെമ്പറേച്ചറിലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ തെർമൽ വോൾട്ടേജ് തന്നിട്ടില്ല, വി ടി തന്നിട്ടില്ലെങ്കിൽ യു ക്യാൻ അസ്യൂം വി ടി ആസ് 26 മില്ലി വോൾട്ട്. കാരണം റൂം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് യു ക്യാൻ ടേക്ക് ആസ് 300 കെൽവിൻ. സോ ഇറ്റ്സ് ഈസ് അപ്രോക്സിമേറ്റ്ലി 26 മില്ലി വോൾട്ട്. ടി ബൈ 11,586 എന്ന് പറയുന്നത് ഏകദേശം 26 മില്ലി വോൾട്ടാണ്. ഓക്കെ, ഇത് പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇത് നോട്ടായിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. സോ നമ്മൾ പറഞ്ഞു വന്നത് ഡയോഡിലൂടെയുള്ള കറണ്ടിൻ്റെ ഇക്വേഷൻ ആണ്. ദിസ് ഇക്വേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എപ്പോഴും നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട, ഡയോഡ് വെച്ചിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ പ്രോബ്ലത്തിലും യൂസ് ചെയ്യേണ്ട ഒരു ഇക്വേഷനാണ് ദിസ് ഇക്വേഷൻ. So ID is equal to I0 is the reverse saturation current, and V by eta Vt minus 1. Okay. Any reverse bias ആണെങ്കിൽ what will happen? Reverse bias ആണെങ്കിൽ V will be negative. So V will be negative ആകുമ്പോൾ e raised to a negative value എന്ന് പറയുന്നത് ഒരു 0, approximately 0 value ആണ് വരുന്നത്. So that will be, so in reverse bias according to this equation, ID is equal to I0 e raised to minus V by eta Vt minus 1. So minus V എന്ന് പറയുന്നത് approximately e raised to a negative value എന്ന് പറയുന്നത് approximately 0. So you can take this ID is equal to minus I0. So whenever this diode is in a reverse bias, normal diode is in a reverse bias, ID will be minus I0. From this equation it is clear. ID from this graph it is clear. Whenever there is a negative reverse bias, this current will be the reverse saturation current. Whenever there is a positive value, this value is positive, what will happen? That is V is positive. What will happen? V is increases, it will be exponentially increase. This value will be exponentially increase. Okay, so whenever in this point you can take this I0 e raised to V by eta Vt minus I0 എന്നാണ് വരിക. That I0 value will be negligibly small in this region. So we can be assume that I0 e raised to V by eta Vt. So it's exponentially, the current will be exponentially increased, because I0 is very much lesser as compared to this value. Whenever there is, it is a positive voltage. Okay, so I think these diagrams are clear. This graph is clear from this explanation. So reverse bias only this reverse saturation current will flow, and in forward bias, after the cut-in voltage, there is a sharp exponential increase in current. Okay, അങ്ങനെയാണ് ശരിക്കും ഡയോഡിൽ വരുന്നത്. നമ്മൾ പക്ഷേ അപ്രോക്സിമേഷൻ എടുക്കുമ്പോൾ, നമ്മളിപ്പം
whenever the diode can be used in a digital circuit, to realize the digital circuit, approximations are that is ideal diode ആണെന്നുള്ള കേസ് എടുക്കുന്നത്. ഐഡിയൽ ഡയോഡ് എന്ന് പറയുന്നത് ഇൻ ഫോർവേഡ് ബയാസിൽ പോലും കട്ട് ഇൻ വോൾട്ടേജ് ഇല്ല എന്നുള്ള കൺസെപ്റ്റിലാണ്. കട്ട് ഇൻ വോൾട്ടേജ് എന്ന് പറയുന്നത് 0 വോൾട്ടേജ് ആണെന്നുള്ള കൺസെപ്റ്റിലാണ്. ബട്ട് ഇൻ പ്രാക്ടിക്കൽ കേസ് ദർ വിൽ ബി കട്ട് ഇൻ വോൾട്ടേജ് ആഫ്റ്റർ ദ 0.7 വോൾട്ടേജ് for silicon diode, and for germanium diode after the 0.3 voltage there will be current will be sharply increased, exponentially increased. But in the case of ideal case, we can take the diode approximation. Diode can be approximated as a switch, can approximate as a switch. In forward bias, closed switch. That means current will be flow through this diode. In reverse bias, there will be a negligibly small current, that is a reverse saturation current flow, that ideally can be taken as 0. So it's an open switch. There is no current will be flow. This is in the case of ideal diode case. Okay, so we can have some approximation. The problem ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് approximation ചെയ്യാനുണ്ട്. Diode approximation. We can have first approximation, second approximation is there. അപ്പോൾ ഫസ്റ്റ് അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് ഒരു സ്വിച്ച് ഐഡിയൽ കേസിലാണ്. ഫസ്റ്റ് അപ്രോക്സിമേഷൻ can be act as a switch. സ്വിച്ച് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്വിച്ച് ആയിട്ടാണ്, ഐഡിയൽ കേസ് ആണ്. സ്വിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കുമ്പോൾ, ഫസ്റ്റ് അപ്രോക്സിമേഷൻ്റെ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുക ഇങ്ങനെയാണ്. Even a small forward bias, sharp increase in current. In reverse bias, there will be no current. Okay, from this diagram it is clear. Okay, even forward bias closed switch ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ കറണ്ട് വില്ല് സ്റ്റാർട്ട് ടു ഇൻക്രീസ്. ഇൻ റിവേഴ്സ് ബയാസ് എത്ര വോൾട്ടേജ് കൂട്ടി കഴിഞ്ഞാൽ കറണ്ട് വിൽ നോട്ട് ഇൻക്രീസ്. സോ ഫസ്റ്റ് അപ്രോക്സിമേഷൻ ഇറ്റ്സ് ഐഡിയൽ കേസ്. ഫസ്റ്റ് അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് ഐഡിയൽ കേസ് ആയിട്ട് എടുക്കുന്ന കേസാണ്. Ideal case. Okay, then we can have the second approximation. In second approximation, what will have, there will be a cut in voltage. We have to take, there will be a cut in voltage. അപ്പം ഒരു സ്വിച്ച് ആണ്, സ്വിച്ച് ഉണ്ട്, ബട്ട് ദർ ഈസ് എ കട്ട് ഇൻ വോൾട്ടേജ്. ഒരു വി സി എന്ന് പറഞ്ഞ വോൾട്ടേജോടെ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. വി സി ഈസ് ദർ. അതായത് നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ when we draw the graph, there will be a cut in voltage. After the cut in voltage, only the diode can be act as a closed switch. അപ്പം ഇതിൻ്റെ അപ്രോക്സിമേഷൻ വരയ്ക്കുമ്പോൾ in reverse bias it will be act as an open switch, but in forward bias it can be act as a closed switch after the cut in voltage. അപ്പോൾ after the cut in voltage, വി സി എന്ന് പറഞ്ഞ വോൾട്ടേജിന് ശേഷം മാത്രമേ ഇത് ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുള്ളൂ. ഓക്കെ, ആ കട്ട് ഇൻ വോൾട്ടേജോടെ ഇവിടെ കൺസിഡർ ചെയ്യേണ്ട സെക്കൻഡ് അപ്രോക്സിമേഷൻ അത്. ഓക്കെ, so that is the second approximation. And also there will be a third approximation is there. Third approximation. In third approximation, it is almost close to our diode characteristics. Diode characteristics ന് approximately close ആണ്. അപ്പോൾ approximately close എന്ന് പറഞ്ഞാൽ it is also switch and the resistance, and there is a cut in voltage. There is a resistance is there. So the VI characteristics. In a reverse bias, always the current will be taken as 0. In approximation, current is taken as 0. But after this cut in voltage, this is like this. Depending upon the resistance value, this curve will, if the resistance is very small, it will be tentatively goes to this side, and if the resistance is very high, it will be moves in this side. This slope will be moves in this side. Okay,
That is, we know, because this according to this Ohm's law, this voltage is equal to, current is inversely proportional to the resistance. Okay, so it is very close to this ideal response of the practical response of the diode. നമുക്കറിയാം പ്രാക്ടിക്കൽ റെസ്പോൺസ് ഡയോഡിൻ്റെ പ്രാക്ടിക്കൽ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ VI ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇങ്ങനെ ഒരു ഗ്രാഫാണുള്ളത്. So it is almost clear. Okay, this is third approximation. It's in the case of practical graph. Okay, ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഈ അപ്രോക്സിമേഷനൊക്കെ ചില സമയങ്ങളിൽ പ്രോബ്ലത്തിലൊക്കെ ചോദിക്കാറുണ്ട്. So the first approximation is ideal case. Second approximation, there is a cut-in voltage is there. After the cut-in voltage, it can be acted as a closed switch. And in third approximation, there is a resistance is there, and depending upon the resistance value, there will be a linear curve. We can have a linear curve. So these are the things you have to remain before doing the problem related to the semiconductor diode. Okay, so in reverse bias, in all the approximation in reverse bias, the current is taken as 0, because however there will be a reverse saturation current. In a practical case, there will be a reverse saturation current. That current is not depending upon the applied voltage. It is only depending upon the temperature. Okay, so temperature neയാണ് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. So the reverse saturation current, this point is very much important. ഇത് വെച്ചിട്ട് പ്രോബ്ലം ചോദിക്കാറുണ്ട്. The reverse saturation current gets doubled for every 10 degree rising of temperature. Okay, so ഞാൻ പറഞ്ഞു reverse saturation current is depending upon the temperature ആണെന്ന് പറഞ്ഞു. Okay, അപ്പോൾ എവറി 10 ഡിഗ്രിയിൽ ഇപ്പം ഞാനിപ്പം ഇന്ന് ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ, ഇപ്പം റിവേഴ്സ് ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ, this will be the current. This will be I0 at T1. T1 എന്ന് പറഞ്ഞ ടെമ്പറേച്ചറിലുള്ള I0 ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ് റിവേഴ്സ് സാച്ചുറേഷൻ കറന്റ് എന്ന് പറയുന്നത്. സോ then this will be I0 T2. When the temperature increase, this saturation current, reverse saturation, because more number of minority carriers will generate when the temperature increase. So if the minority carriers, number of minority carriers increase, the reverse saturation current will also increases. Okay, so it will be depending upon the temperature, and how it is related to the temperature. It gets doubled at every 10 degree Celsius of rising temperature. അപ്പോൾ ഞാനിപ്പം ഒരു റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് അറ്റ് 10 ഡിഗ്രി സെൽഷ്യസിൽ, ഡയോഡിൻ്റെ 10 ഡിഗ്രി സെൽഷ്യസിൽ 1 നാനോ ആംബിയർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വാട്ട് വിൽ ബി ദ ടെമ്പറേച്ചർ അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ്? ഇറ്റ് വിൽ ബി 2 നാനോ ആംബിയർ. What will be the temperature at 30 degrees Celsius? It will be 4 nano ampere. What will be the temperature at 40 degrees Celsius? It will be 8 nano ampere. Okay, so at every 10 degree rising of temperature, this reverse saturation current gets doubled. Okay, അത് ഡബിൾ ആയിക്കൊണ്ടിരിക്കും. Okay, there will be an equation for that. I0 T2. This is the reverse saturation current of new temperature. This is the previous temperature into T raised to T2 minus T1 divided by 10. Okay, so it get 2 raised to the power like മാറും. Okay, അപ്പം 10 ഡിഗ്രിയിൽ 1 നാനോ ആംപിയർ ആണെങ്കിൽ 40 ഡിഗ്രിയിൽ എത്രയായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, 40 ഡിഗ്രിയിൽ നമുക്ക് നോക്കാം. 40 ഡിഗ്രിയിൽ this is 1 nano ampere, 2 raised to 40 minus 10 എന്ന് പറഞ്ഞാൽ 3 ആയിരിക്കും. So 40 minus 10
is 30 by 10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3, 2 raised to 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8. So 1 into 8, that is 8 nanoampere. Okay. So at every 10 degree rise in temperature, it gets doubled. It's a very important point. Okay. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയോ? നിങ്ങൾക്ക് എന്താണ് ഞാൻ ഈ പറഞ്ഞത് എന്ന കാര്യങ്ങൾ, ഡയോഡിനെ കുറിച്ചുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. എന്താണ് അതിൻ്റെ VI ക്യാരക്ടറിസ്റ്റിക്സ്, എന്താണ് ഡയോഡിൻ്റെ ഇക്വേഷൻ, എങ്ങനെയാണ് ആ ഇക്വേഷൻ വന്നത്, എങ്ങനെയാണ് ടെമ്പറേച്ചർ, അതിൻ്റെ റിവേഴ്സ് സാച്ചുറേഷൻ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആവുന്നത്, എങ്ങനെയാണ് അപ്രോക്സിമേഷൻ, ഓരോ അപ്രോക്സിമേഷൻ എടുക്കുന്ന ഐഡിയൽ റെസ്പോൺസിൽ ഫസ്റ്റ് അപ്രോക്സിമേഷൻ, സെക്കൻഡ് അപ്രോക്സിമേഷൻ, തേർഡ് അപ്രോക്സിമേഷൻ എടുക്കുന്നത് എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഇത് അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ ബേസിക് ഫണ്ടമെന്റൽ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം, ഉറപ്പായിട്ടും ചോദിക്കണം. ഓക്കെ, ഞാനിനി ഡയറക്റ്റ്ലി പ്രോബ്ലത്തിലേക്ക് കടക്കുകയാണ്. നമുക്ക് അധികം ടൈം ഇല്ലാത്ത കാരണം പ്രോബ്ലത്തിലേക്ക് കടക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നെക്സ്റ്റ് ക്ലാസ്സിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ഒത്തിരി പേര് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കുന്നുണ്ട്, എക്സാമിനിട്ട പ്രോബ്ലംസും അല്ലെങ്കിൽ ഞാൻ അസൈൻമെൻ്റ് ആയിട്ടിരുന്ന പ്രോബ്ലംസും ചോദിക്കുന്നുണ്ട്. ബാക്കി ചോദിക്കാത്തവർക്ക് ഇതൊക്കെ മനസ്സിലായെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയണം. നമുക്ക് ഒത്തിരി പേർക്ക് ഒരു പ്രോബ്ലം തന്നെ മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ അത് ഡിസ്കസ് ചെയ്യാം. അല്ലാത്തവരുണ്ടെങ്കിൽ ഞങ്ങൾ പേഴ്സണലായിട്ടും നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം. ഈ പ്രോബ്ലംസ് ഒക്കെ തന്നെ പ്രീവിയസ് ഇയർ CSIR ചോദിച്ച പ്രോബ്ലംസ് ആണ് കേട്ടോ. കാൽക്കുലേറ്റ് കറന്റ് ത്രൂ 1K resistor. This is 1K, and this is 10 volt, and this is the voltage across the diode. You have to find the current through 1K, this current, and there is a relation is given. ID is equal to VD minus 0.7 divided by 500. Okay, this is when V is greater than or equal to 0.7 voltage, and it is 0 whenever V is less than 0.7. Okay, voltage across the diode, voltage is lesser than 0.7 ആണെങ്കിൽ 0 കറണ്ട്, ഡയോഡിലേക്കൂടെ 0 കറണ്ട് ആണ് പോകുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്ന കാൽക്കുലേറ്റ് കറണ്ട് ത്രൂ 1K. ഈ 1Kയിലൂടെ പോകുന്ന കറണ്ട് തന്നെയാണ് ഡയോഡിലൂടെ പോകുന്ന കറണ്ട്. സോ യു ഹാവ് ടു ഓൺലി ഫൈൻഡ് ദ ID, ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി ID കണ്ടുപിടിച്ചാൽ മതി. ആ കറണ്ട് തന്നെയാണ് 1Kയിലൂടെ പോകുന്നത്. ഇറ്റ്സ് എ സീരീസ് സർക്യൂട്ട്. ഓക്കെ, ദർ ഇസ് എൻ ഇക്വേഷൻ ഈസ് ഗിവൺ. ഇക്വേഷൻ ഈസ് ഓൾസോ ഗിവൺ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോ എങ്ങനെ ഇതിൻ്റെ ആൻസറിലേക്ക് എത്താം? So you have to apply Kirchhoff voltage law. So we know that ID into 1K plus VD is 10 voltage. So this 10 voltage, because ഇവിടെ ഒരു ഡ്രോപ്പ് ഉണ്ട്, ഇവിടെ ഒരു ഡ്രോപ്പ് ഉണ്ട് ഈ സെല്ലിൽ നിന്നുള്ളത്. സോ 1K ഇൻറ്റു ID, കാരണം ഈ കറണ്ട് തന്നെയാണ് ഈ 1Kയിലൂടെ പോകുന്നത്, പ്ലസ് VD. So we know that this is 1K into ID. What is ID? ID is equal to VD minus 0.7 divided by 500 plus VD is 10 voltage. So from that, what you will get?
this 1k by 500 എന്ന് പറഞ്ഞാൽ 1k എന്ന് പറഞ്ഞാൽ 1000 ആണ്. So 2 VD minus 1.4 plus VD, that is equal to 3 VD. So 2.7 1.4 is 10 volt. So this is 11.4. So VD is equal to 11.4 by 3, that is 3.8 volt. 3. Okay, you have to substitute this value in this equation, so you will get the value of ID. So ID is equal to 3.8 minus 0.7 divided by 500. That's 3.1 by 500. That is the value is 6.2 milliampere. This is the current through the diode, and this same current is flowing through this 1k resistor, and this same current is flowing through this 1k resistor. Okay, so you just apply this Kirchhoff voltage law. Whatever the 10 voltage, that will be dropped in this 1k and this voltage, this diode. So you just put this equation, you will get. Okay, clear? I hope you clear this problem, and you can do one more problem, and this problem can be taken as an assignment. So question number 2. So a very similar problem. This was also asked in a, I think it's in a JAM 2018 or something like that. Okay, so the IV relation of the diode is ID is equal to VD square plus 2 VD when VD is greater than 0 volt, and it is equal to 0 when VD is lesser than 0. Find VD. The question. Okay, this will be the ID relation, and there is a 1 ohm resistor. Similar circuit is there. A diode is there, and this is the voltage across the diode VD, and there is a 10 voltage supply is there. Okay, here also the IV relation is given. Voltage current relation of the diode is given as ID is equal to VD square plus 2 VD whenever VD is greater than 0. Here VD is greater than 0, and it is 0 whenever VD is less than 0. So it's a constant source. VD is always greater than 0. So you can assume this equation, VD square plus 2 VD. Then you have to find VD. You have to find the voltage across the diode. You just try to do this problem. നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക, ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ, നമ്മൾ ഫ്രൈഡേ സാറ്റർഡേ ഇനി ക്ലാസ് ഉണ്ട്. അപ്പോൾ ആ ക്ലാസ്സിന് മുമ്പായിട്ട് ഈ ഡയോഡിൻ്റെ ഇക്വേഷനും ഡയോഡിൻ്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, റിഫ്രഷ് ചെയ്യുക പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പായിട്ട്. ഓക്കെ, ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് ചോദിക്കാവുന്നതാണ്. തിയററ്റിക്കൽ വൈസ് ആയിട്ട് ഈ ഡയോഡ് സംബന്ധിച്ച് തിയററ്റിക്കൽ വൈസ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.